നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നു ശ്രീ മേൽപ്പത്തൂർ നാരായണ ഭട്ടപാദനാൽ വിരചിതമായ ശ്രീമൻ നാരായണീയത്തിലെ കൂർമാവതാരം, പാലാഴി മഥനം തുടങ്ങിയ ഭാഗങ്ങൾ പ്രതിപാദിക്കുന്ന 27ാമത്തെ ദശകത്തിലെ 3ാമത്തെ ശ്ലോകം. ബ്രഹ്മാദ്യൈഃ സ്തുതമഹിമാ ചിരം തദാനീം പ്രാദുഷൻ വരദ പുരഃ പരേണ ധാംനാ ഹേ ദേവ ദിതിജകുലിർവിധായ സന്ധിം പീയൂഷം പരിമഥതേതി പര്യശാസ്ത്വം. ഇനി ശ്ലോകത്തിൻ്റെ പദച്ഛേദം ശ്രദ്ധിക്കുക. ബ്രഹ്മാദ്യൈഃ സ്തുതമഹിമ ചിരം തദാനീം പ്രാദുഷൻ വരദ പുരഃ പരേണ ധാംനാ ഹേ ദേവാഃ ദിതിജകുലൈഃ വിധായ സന്ധിം പീയൂഷം പരിമഥത ഇതി പര്യശാഹ ത്വം. ഇനി ശ്ലോകത്തിൻ്റെ അന്വയം ശ്രദ്ധിക്കുക. ഭോ വരദ ബ്രഹ്മാദ്യൈഃ തദാനീം ചിരം സ്തുതമഹിമ പരേണ ധാംന പുരഃ പ്രാദുഷൻ ഹേ ദേവാഃ ദിതികുലജൈഃ സന്ധിം വിധായ പീയൂഷം പരിമഥത ഇതി ത്വം പര്യശാഹ. ഇനി പ്രസ്തുത ശ്ലോകത്തിൻ്റെ സാരാംശം ശ്രദ്ധിക്കുക. ഇന്ദ്രൻ ദുർവാസാവിൻ്റെ ശാപം മൂലം വൃദ്ധത്വത്തെ പ്രാപിച്ചു. ദേവന്മാരെ എല്ലാം തന്നെ അസുരന്മാർ യുദ്ധത്തിൽ പരാജയപ്പെടുത്തി നിഗ്രഹിക്കുവാൻ ആരംഭിച്ചപ്പോൾ രക്ഷയില്ലാതെ ദേവന്മാർ പരമശിവനെ ശരണം പ്രാപിച്ച് ബ്രഹ്മാവിൻ്റെ സമീപത്ത് ചെന്ന് വിഷ്ണുവിനെ പ്രാപിക്കുകയും ചെയ്തു എന്ന് കഴിഞ്ഞ ശ്ലോകത്തിൽ നാം ചർച്ച ചെയ്തു. ഇവിടെ അപ്രകാരം ദേവന്മാരുടെയും ശിവന്മാരുടെയും സ്തുതിയിലൂടെ സന്തുഷ്ടനായ ഭഗവാൻ അവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് ഇപ്രകാരം പറഞ്ഞു: അല്ലയോ ദേവന്മാരെ, നിങ്ങൾ അസുരന്മാരുമായി ഉടൻ തന്നെ സന്ധി ഉണ്ടാക്കുക, എന്നിട്ട് പാലാഴിയിൽ നിന്നും അമൃത് കടയുക എന്ന് നിർദ്ദേശിച്ചു എന്ന ശ്ലോകത്തിൻ്റെ സാരം. നമസ്തേ.